എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ വാർത്താധിഷ്ഠിത അതേസമയം തന്നെ പ്രേക്ഷകരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ സെഗ്മെന്റ്സ് ഉള്ള ഒരു പ്രത്യേകതരം പരിപാടി. അതെ അതെ. അപ്പോൾ വർദ്ധിത തീർത്തോടെ നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകരുടെയും സമ്മതത്തോടെ നമുക്ക് ആരംഭിക്കാം. സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. ഇപ്പോൾ പ്രേക്ഷകർ മറന്നു പോകാണ്ടിരിക്കാൻ റെഡി ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിലേ തന്നെ ഇക്കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് പറഞ്ഞു വരുന്നത്? നമ്മുടെ സൂം കോളിനെ പറ്റിയിട്ടാണ്, QR കോഡിനെ പറ്റിയിട്ടാണ്. QR കോഡ് ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. ഈ QR കോഡ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നേരെ സൂം കോളിലേക്കാകും പോവുക. നല്ല വെട്ടമുള്ള റേഞ്ചുള്ള ഇടത്തിരുന്ന് TV മ്യൂട്ട് ചെയ്ത്, അത് പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കണം. TV മ്യൂട്ട് ചെയ്തതിന് ശേഷം കോളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വേണം വിളിക്കാം. യെസ്. അപ്പോൾ ഇപ്പോൾ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും പോവുക. അവിടെ 24ന്റെ പേജിൽ ഈ QR കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 1 മണിക്കൂർ നേരം 10:30 മുതൽ 11:30 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് അവിടെ പോകാം. ഏത് സമയത്തും വേണമെങ്കിൽ കോഡ് സ്കാൻ ചെയ്യാം. നേരെ വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ 24ന്റെ മാജിക് സ്ക്രീനിലേക്ക് എത്താം. അങ്ങനെ പ്രേക്ഷകരും നമ്മളും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു വാർത്താ യാത്രയാണ് അടുത്ത 1 മണിക്കൂർ നേരം ഗുഡ് നൈറ്റ് ഷോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമാണ്. പാരൻസ് എല്ലാവരും കുട്ടികളെ കൊണ്ടൊക്കെ ഓരോ ഇടത്തേക്ക് പോകുന്ന സമയമാണ്. പിന്നെ ഈ ഇപ്പം പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നവരൊക്കെ വീടുകളിലേക്ക് പോകുന്ന സമയമാണ്. നാളെ മുതൽ ബാങ്ക് അവധിയാണ്. പറഞ്ഞു വരുന്നത് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ വിളിക്കാം. ഓണം അടുത്ത് വരെയാണ്. അപ്പോൾ ഓണവിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. അപ്പം നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വളരെ വേഗം പോകാം. യെസ്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ആലപ്പുഴ കലവൂരുണ്ടായ ഒരു കൊലപാതകം, അതിന്റെ ചുരുളുകൾ ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രതികൾ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മൂന്ന് പ്രതികളാണുള്ളത്. അവർ റിമാൻഡിലുമാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിന് കാരണമായത്? അതിലേക്കാണ് ഇനി പോലീസിന്റെ അന്വേഷണം നീളുക. എന്തായാലും ഈ കൊലപാതകത്തിനായി 2 മാസം മുൻപ് തന്നെ പ്രതികൾ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണ്ടെത്തൽ. കടവന്ത്രയിലെ വീട്ടിലെത്തിയാണ് കൊലപാതകം നടത്താൻ ശ്രമിച്ചത്. കേസിലെ 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇന്നലെ ഉച്ചയോടെ മണിപ്പാളിൽ നിന്ന് പിടികൂടിയ പ്രതികളെ രാവിലെ 9 മണിയോടെയാണ് ആലപ്പുഴയിലെത്തിച്ചത്. കടവന്ത്രയിലെ വീട്ടിൽ വെച്ച് സുഭദ്രയെ കൊലപ്പെടുത്താൻ 2 മാസം മുൻപ് പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി ആലപ്പുഴ SP MP മോഹനചന്ദ്രൻ പറഞ്ഞു. തെളിവെടുപ്പ് ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം നോക്കാം. മർഡർ ഫോർ ഗെയിൻ. മദ്യപിച്ച ശേഷം മാത്യൂസും ശർമിളയും ചേർന്ന് കഴുത്ത് ഞെരിച്ചും നെഞ്ചിൽ ചവിട്ടി വാരിയെല്ലുകൾ തകർത്തുമാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത്. വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ തുളച്ചുകയറിയ നിലയിലായിരുന്നു. സുഭദ്രയെ മയക്കിക്കിടത്തിയ ശേഷമാണ് കൃത്യം നിർവഹിച്ചത്. സുഭദ്രയ്ക്ക് നൽകാനായി മയക്കുമരുന്ന് എത്തിച്ചു നൽകിയതിനാണ് മാത്യൂസിന്റെ സുഹൃത്ത് റെയ്നോൾഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 2ാം പ്രതി ശർമിള കർണാടക ഉടുപ്പി സ്വദേശിയാണെന്ന് ആദ്യം കരുതിയെങ്കിലും തോപ്പുംപടി സ്വദേശിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ശർമിളയും കുടുംബവും ഉടുപ്പിയിലേക്ക് താമസം മാറിയത്. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. കുറ്റം പ്രതികൾ സമ്മതിച്ചെങ്കിലും ചോദ്യം ചെയ്യലിൽ ഇവർ അസ്വാഭാവികമായാണ് പെരുമാറിയത്. റിമാൻഡ് ചെയ്ത പ്രതികളെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനുശേഷമാകും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. 24 ആലപ്പുഴ. യെസ്. അപ്പോൾ സുഭദ്ര കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം, ഇവർ എന്തിനാണ് അവിടെ പോയി താമസിച്ചത് ഇവരുടെ കൂടെ? ഒപ്പം തന്നെ എന്താണ് ഇവർക്ക് ഇത്രമാത്രം ഇവരുമായുള്ള അടുപ്പം? ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ചോദ്യം ചെയ്തപ്പോൾ ഈ പ്രതികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ചില അസ്വാഭാവികത ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരിക. ഇനി ഇന്നലെ അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ടിലേക്കാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചിരുന്നു. 3 വട്ടം JNU വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായിരുന്ന സീതാറാം യെച്ചൂരിക്ക് ലാൽ സലാം ചൊല്ലി ക്യാമ്പസ് അന്തിമ അഭിവാദ്യം അർപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം 100 കണക്കിന് ആളുകളാണ് പ്രിയ സഖാവിനെ അവസാനമായി കാണാൻ JNU ക്യാമ്പസിൽ നിന്നെത്തിയത്. വിപ്ലവയാത്രയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സീതാറാം യെച്ചൂരിക്ക് JNU എന്നൊരു ഏട് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ഒരിക്കൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കിയ സഖാവിന് JNU ഇല്ലാതെ എങ്ങനെ യാത്ര പൂർത്തീകരിക്കാനാകും? ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സഖാക്കളും ഇന്ന് ചേർന്ന് വിളിച്ച മുദ്രാവാക്യം സീതാറാമിന് അന്ത്യാഭിവാദ്യമായി.
JNU വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ അരമണിക്കൂറിലേറെ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. പ്രിയ സഖാവിനെ അവസാനമായി ഒന്ന് കാണാൻ നിരവധി പേരാണ് ക്യാമ്പസിലേക്ക് എത്തിയത്. JNUവിലെ വിദ്യാഭ്യാസത്തിന് ശേഷവും ക്യാമ്പസ് സീതാറാം യെച്ചൂരിയുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പ് വേളകളിലും SFI സഖാക്കളെ കാണാനും ക്യാമ്പസിലെത്തുന്ന സീതാറാം യെച്ചൂരി ഇനി ഓർമ്മകളിൽ മാത്രം. അടിയന്തരാവസ്ഥ കാലത്ത് JNUവിനെ നയിച്ചിരുന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത് JNUവിലെ ഈ യൂണിയൻ ഓഫീസിൽ നിന്നാണ്. ആ അനുഭവങ്ങളെല്ലാം പിന്നീട് യെച്ചൂരി എന്ന നേതാവിനെ പരുവപ്പെടുത്തുന്നതിൽ നിർണായകമായി. JNUവിൽ നിന്ന് വിനീത VG 24. 1977 ആ സമയത്ത് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോൽക്കുന്നു. അപ്പോഴും JNUവിൻ്റെ VC സ്ഥാനത്ത് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് നടന്ന പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം, അതിൻ്റെ മുൻനിരയിൽ സീതാറാം യെച്ചൂരി, പിന്നീട് നടത്തിയ പ്രതിഷേധ മാർച്ച്, അവിടേക്ക് ആ മാർച്ചിന് മുന്നിലേക്ക് ഇന്ദിരാഗാന്ധി വരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ വെച്ച് രാജിവെക്കണം എന്ന ആവശ്യം ഒരു പ്രമേയമായി തന്നെ സീതാറാം യെച്ചൂരി അവതരിപ്പിക്കുന്നു. ആ സമയം തൊട്ടാണ് ഒരു പുതിയ നേതാവിന്റെ ഒരു ഉദയം കണ്ടത്. അവിടുന്ന് ഒരു 10 വർഷം കൊണ്ട്, അതായത് 22-ാം വയസ്സിൽ SFI മെമ്പറായി ഒരു 10 വർഷം കൊണ്ട് CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വളർന്ന നേതാവാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഡൽഹി വസന്ത് കുഞ്ചിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. JNU വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഇവിടത്തേക്ക് മൃതദേഹം എത്തിച്ചത്. നാളെ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനമായ AKG ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം 5 മണിയോടെ AKG ഭവനിൽ നിന്നും പഴയ പാർട്ടി ആസ്ഥാനമായ അശോക റോഡിലെ 14-ാം നമ്പർ വസതി വരെ വിലാപയാത്രയായി കൊണ്ടുപോയ ശേഷം മൃതദേഹം ഡൽഹി എയിംസ് ആശുപത്രിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറും. മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ വാർത്തയിലേക്ക് തന്നെയാണ്. ഒരുപക്ഷെ ഇന്ന് ഡൽഹിയിൽ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയ ഒരു സംഭവം. അത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി പുറത്തേക്ക് എത്തിയപ്പോഴാണ് ആ സംഭവം, ആ കാഴ്ച നമ്മൾ കണ്ടത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം. തന്റെ ജീവിതം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഉപാധികളോടെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ പ്രവേശിക്കാൻ പാടില്ല, ഫയലുകളിൽ ഒപ്പിടരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ചുമതലകൾ വഹിക്കാൻ കെജ്രിവാളിന് പരിമിതികളുണ്ടാകും. വിചാരണ ഉടൻ പൂർത്തിയാക്കാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം നൽകുന്നെന്നും കോടതി വ്യക്തമാക്കി. CBI അറസ്റ്റിൽ ബെഞ്ചിലെ 2 ജഡ്ജിമാർ ഭിന്നവിധിയാണ് പ്രസ്താവിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത് CBI നടപടിയെ അനുകൂലിച്ചപ്പോൾ ജസ്റ്റിസ് ഉജ്ജൽ ബുയാൻ അതിരൂക്ഷ വിമർശനമുയർത്തി. ജാമ്യം ലഭിച്ചതിനു പിന്നാലെ പുറത്തിറങ്ങിയ കെജ്രിവാളിനെ സ്വീകരിക്കാൻ ഭാര്യ സുനിത കെജ്രിവാളും നേതാക്കളും തിഹാർ ജയിലിന് പുറത്തെത്തി. കെജ്രിവാളിനെ പ്രവർത്തകർ ആഘോഷത്തോടെ സ്വീകരിച്ചു. തന്റെ ധൈര്യവും കരുത്തും 100 മടങ്ങ് കൂടിയെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരോട് പറഞ്ഞു. और ये जितनी राष्ट्र विरोधी ताकतें हैं जो देश के विकास को रोक रही हैं, जो देश को बांटने का काम कर रही हैं, जो देश को अंदर से कमजोर करने का काम कर रही हैं, जिंदगी भर में इनके खिलाफ लड़ा हूं, आगे भी ऐसे ही लड़ता रहूंगा. ED കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം അണികൾക്ക് ആവേശം പകരുന്നതാണ്. 24 ഡൽഹി. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ വന്ന ദിവസം കൂടിയാണിത്. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി കേരളം, പ്രത്യേകിച്ചും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത് PV അൻവർ ഉയർത്തിയ വെളിപ്പെടുത്തലുകൾ, അതിന് പിന്നാലെ വന്ന ഒരുപാട് പ്രതികരണങ്ങൾ, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിലെ ഇളക്കങ്ങൾ, ഇതൊക്കെയാണ് ഇന്നുമുണ്ടായ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. അതിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. DGPക്ക് മുൻപിൽ PV അൻവർ MLAക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി ADGP MR അജിത് കുമാർ. PV അൻവറിന് പിന്നിൽ മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്നാണ് MR അജിത് കുമാറിന്റെ മൊഴി. ADGPക്കെതിരെയുള്ള അന്വേഷണം പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് MR അജിത് കുമാറിന്റെ മൊഴി. കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് പിന്നിൽ. മലപ്പുറം ജില്ലയിൽ നടന്ന സ്വർണ്ണവേട്ടയും പ്രതികാരത്തിന് കാരണമായെന്ന് MR അജിത് കുമാർ ആരോപിച്ചു. തന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച എല്ലാ രേഖകളും നൽകാമെന്ന് MR അജിത് കുമാർ DGPയെ അറിയിച്ചു.
CBI മാതൃകയിൽ ചോദ്യങ്ങൾ എഴുതി നൽകണം, ആരോപണങ്ങൾക്ക് മറുപടി രേഖാമൂലം നൽകാൻ അവസരമൊരുക്കണമെന്നും ആവശ്യം. മൊഴിയെടുപ്പിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ചോദ്യമുണ്ടായില്ല. അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. അന്വേഷണം ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണം പ്രഹസനമാണ്. അന്വേഷകർ അവരെ അതേ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരെ എല്ലാ ദിവസവും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരായിട്ട് എന്ത് അന്വേഷണം നടക്കുന്നത്? ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. ഈ അന്വേഷണം പ്രഹസനാണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എന്ത് ചോദിക്കണമെന്ന് പോലും മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിലപ്പുറം കടക്കാൻ DGPക്ക് സ്വാതന്ത്ര്യമില്ല. UPയേക്കാൾ RSSന് സ്വാധീനം കേരളത്തിലാണ്. MR അജിത് കുമാർ നൽകിയ പരാതിയിലാണ് ഇന്നലെ DGP മൊഴിയെടുത്തത്. PV അൻവറിന്റെ പരാതിയിലെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പിന്നാലെ നടക്കും. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ ഈ വിവാദങ്ങൾ ഇങ്ങനെ അവസാനിക്കാതെ തുടരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മുൻ SP സുജിത് ദാസിന്റെ ചില ഇടപെടലുകൾ. അതിനെതിരെ PV അൻവർ ശബ്ദമുയർത്തിയിരുന്നു. അതിന് പിന്നാലെ SP ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നോക്കി നമ്മൾ കണ്ടു. പക്ഷേ ഇന്ന് പുറത്തു വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത 24 ആണ് അത് ബ്രേക്ക് ചെയ്തത്. കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്തുന്ന സ്വർണം ഇപ്പോഴും പിടികൂടുന്നത് മുൻ SP സുജിത് ദാസ് നിയോഗിച്ച ഡാൻസ് ഓഫ് സംഘം എന്നാണ് ഒരു വെളിപ്പെടുത്തലുണ്ടായത്. പഴയ ഡാൻസ് ഓഫ് പ്രവർത്തനം തുടരുന്നിടത്തോളം പോലീസിന് സ്വർണം അടിച്ചുമാറ്റാൻ കഴിയുമെന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി 24നോട് വെളിപ്പെടുത്തി. 24 ബിഗ് ബ്രേക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടുന്ന സ്വർണം മുൻ SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ അടിച്ചുമാറ്റുന്നു എന്നാണ് PV അൻവർ MLAയുടെ ആരോപണം. സുജിത് ദാസ് മലപ്പുറത്ത് നിന്ന് ട്രാൻസ്ഫറായി പോയതിനു ശേഷവും ഡാൻസ് ഓഫിന്റെ സഹായത്തോടെ ഇത് നിയന്ത്രിച്ചു എന്നുമാണ് ആരോപണം. ഇത് ശരിവെക്കുകയാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി. ഡാൻസ് ഓഫ് അംഗങ്ങളും ഈ പോലീസ് എയ്ഡ് പോസ്റ്റും ഇവരുടെ ഈ കരിപ്പൂരിൽ സ്വർണം പുറത്തു വെച്ചുള്ള പിടിക്കുന്നതിന് ആ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും ഇതുപോലെ പിടിക്കാനും ഇതുപോലെ വീണ്ടും അവർക്ക് കോടതിയുടെ നിർദ്ദേശമില്ലാതെ കൊണ്ടുപോയി വിൽക്കാനും ഇതുപോലെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാനും വേണമെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് കഴിയും. DYSPമാർ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയാലും സുജിത് ദാസ് നിയോഗിച്ച ഡാൻസ് ഓഫ് ടീം തുടരുവോളം സ്വർണം അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. ഈ SPA മുതൽ DYSP അടക്കമുള്ളവരെ മാറ്റിയാലും പോലീസ് എയ്ഡ് പോസ്റ്റും ഈ SPയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘങ്ങളും അതേപടി തന്നെ തുടരുന്ന സ്ഥിതിക്ക് ഇനിയും അവർക്ക് അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കെ 150 കിലോയോളം സ്വർണമാണ് വിമാനത്താവളത്തിന് പുറത്ത് പോലീസ് പിടികൂടിയത്. PV അൻവർ MLAയുടെ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തും അന്വേഷിക്കുന്നുണ്ട്. സമീർ ബിൻ കരീം, 24 തിരൂർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വാദം പൂർത്തിയായി എന്ന വാർത്തയാണത്. പ്രതികൾക്ക് പറയാനുള്ളത് ഈ മാസം 26 മുതൽ കേൾക്കും. നവംബറിൽ ഈ കേസിന്റെ വിധി പറഞ്ഞേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അങ്ങനെ കാലങ്ങളായി ഈ കേസിൽ വാദം നടക്കുകയാണ്. ആ വാദം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിലെ വാദം പൂർത്തിയായി എന്നുള്ളതാണ്. അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പൂർത്തീകരിച്ചു. ആകെ 261 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചിട്ടുള്ളത്. നവംബറിൽ കേസിൽ വിധി പറഞ്ഞേക്കും എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. പക്ഷേ അക്കാര്യത്തിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഈ മാസം 26 മുതൽ കോടതി അവസരം നൽകിയിട്ടുണ്ട്. 1600 രേഖകളാണ് കേസിൽ കൈമാറിയത്. ക്രിമിനൽ നടപടിച്ചട്ടം 313 പ്രകാരം പ്രതിഭാഗത്തിന് പറയാനുള്ളത് കൂടി കേട്ട ശേഷം നവംബറിൽ വിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് ആണ് വിധി പറയേണ്ടത്. ഏതാണ്ട് 100 ദിവസത്തോളം നീണ്ടു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരം എന്നുള്ളതും ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 4.5 വർഷമാണ് സാക്ഷി വിസ്താരം നീണ്ടുപോയത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, വസ്തുതയാണ്. 2017 ഫെബ്രുവരി 2 അങ്കമാലിയിൽ വെച്ച് ഓടുന്ന വാഹനത്തിൽ യുവനടി ആക്രമണത്തിന് ഇരയായത്. 2017 നടന്നൊരു സംഭവം, അതിന്റെ വാദങ്ങളെല്ലാം പൂർത്തിയായി വിധി പറയാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നവംബറിൽ ആ വിധി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. അതിന്റെയൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കോടതിയാണ്. ശ്രീകാന്താണ് കേരളം ഏറെ കാത്തിരിക്കുന്ന ഒരു കേസ് കൂടിയാണ്. അതെ, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഒരുപാട് കമന്റുകളുണ്ട്. ആ കമന്റുകളിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് പോയപ്പോൾ ഒരുപാട് ചില കമന്റുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഓണത്തിന്റെ ആ മൂഡിലേക്ക് നമ്മുടെ പ്രേക്ഷകരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളോട് ഓണപ്പാട്ട് പാടണം. ഓണം മൂഡിലേക്ക് വന്നോ? പിന്നെ ഓണത്തിന് എന്താണ്?
ഓണത്തിന് നമ്മൾ ഇവിടെ തന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ്. പ്രേക്ഷകരോടൊപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരുക്കമൊന്നുമില്ല. സർപ്രൈസ് ഉണ്ടോ? സർപ്രൈസ് നമ്മളെല്ലാവരും ഓണത്തിന് ഒരുമിച്ചായിരിക്കും. അതാണ്, ഒരുമിച്ച് പ്രേക്ഷകരെ കാണും ഞങ്ങൾ ആങ്കേഴ്സ് എല്ലാവരും. അതായിരിക്കും ഓണത്തിന്റെ ഓണത്തിനും ഒരു മാറ്റം ഇല്ല ഇല്ല. സഹിക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് അങ്ങനെ കുറെ കമന്റുകളിലേക്ക് പോകുമ്പോൾ ഇതാ പ്രജിൻ പ്രവിത റീന സതീശൻ പറയുന്നു, എന്റെയും സീന മുഹമ്മദിന്റെയും ആശയുടെയും വകയായി മിനി ബാബുവിന് കുഞ്ഞു പാവയ്ക്കിന്നല്ലോ നല്ല നാൾ പിറന്നാള് എന്ന പാട്ടിന്റെ 4 ലൈൻ പാടിക്കൊടുക്കാമോ? എനിക്ക് അതിന്റെ ലിറിക്സ് അറിയില്ല. കുഞ്ഞു പാവയ്ക്കിന്നല്ലോ നല്ല നാള് പിറന്നാള് ഇന്നി വെച്ചതാരാണി എന്ന് പറയുന്നു. കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ പാട്ടിന്റെ ലിറിക്സ് ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഓണം മൂഡിലാണ് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും. നാടും നഗരവും ഒക്കെ അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. അതേസമയം ഏറ്റവും കൂടുതൽ ഓണാഘോഷം നടക്കുന്നത് എവിടെയാണ്? അത് ക്യാമ്പസുകളിലാണെന്ന് തോന്നുന്നല്ലേ? എല്ലാ വിദ്യാലയങ്ങളിലും കോളേജുകളിലെല്ലാം ഓണാഘോഷമാണ്. പക്ഷെ അതിര് വിട്ടു പോകുന്നുണ്ടോ ചില സമയങ്ങളിലെങ്കിലും അവർ വിദ്യാർത്ഥികൾ എന്ന് തോന്നുന്നു ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായതിന്നിപ്പോൾ ഹൈക്കോടതി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ അത് ഗൗരവമായ വിഷയം തന്നെയാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ക്യാമ്പസുകളിൽ വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയാൽ കടുത്ത നടപടിയുമായി ഹൈക്കോടതി രംഗത്ത് വരുന്നു. വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ നിർദ്ദേശം നൽകിയ കോടതി വാഹനങ്ങൾക്ക് മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്തണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്യാമ്പസുകളിൽ ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ DGPക്കും ഗതാഗത കമ്മീഷണർക്കും കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ഫറൂഖ് കോളേജിലെയും കണ്ണൂർ കാഞ്ഞിരോട് കോളേജിലെയും വിദ്യാർത്ഥികളാണ് വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ കടുത്ത നടപടി. വാഹനങ്ങളെല്ലാം കസ്റ്റഡിയിലെടുക്കാൻ നിർദ്ദേശം നൽകിയ കോടതി വാഹനങ്ങൾക്ക് മുകളിലിരുന്നവരെ കണ്ടെത്തണമെന്നും നിർദ്ദേശിച്ചു. എഞ്ചിൻ രൂപമാറ്റമടക്കം കണ്ടെത്തിയാൽ വാഹനോടമയ്ക്കും ഡ്രൈവർക്കുമെതിരെ നടപടിയെടുക്കണം. അനധികൃതമായി ഓരോ ലൈറ്റുകൾ ഘടിപ്പിച്ചതിനും 5000 രൂപ പിഴ ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ മാസം 27-ന് ഗതാഗത കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കണം. അതേസമയം ക്യാമ്പസുകളിൽ ഇത്തരം അഭ്യാസ പ്രകടനം നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ DGPക്കും ഗതാഗത കമ്മീഷണർക്കും നിർദ്ദേശം നൽകി. കേസ് ഈ മാസം 27-ന് വീണ്ടും പരിഗണിക്കും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഇന്നലെയാണ് വിദ്യാർത്ഥികളുടെ അതിരുവിട്ടാഘോഷം നടന്നത്. സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും കർശന നടപടിയെടുത്തിരുന്നു. 24 കൊച്ചി. അപ്പോൾ ഇനിയും ക്യാമ്പസുകളിൽ ഓണാഘോഷിക്കുമ്പോൾ, ഓണമല്ല മറ്റേത് ആഘോഷമാണെങ്കിലും പരിധി വിടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണമെന്നാണ് നമുക്കും പറയാനുള്ളത്. ആ കമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അബ്ദുൽ ഗഫൂർ പ്രജിൻ പ്രവിത സുഖമെന്ന് കരുതുന്നു. ഞാൻ എപ്പോഴും ന്യൂസ് ചാനൽ മാറി മാറി കാണുന്നയാളാണ്. ഗുഡ് നൈറ്റ് ന്യൂസ് തുടങ്ങിയാൽ മാറാതെ കാണും. എൻ്റെ മകൾ റഹ്ന ഫാത്തിമയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഹാപ്പി ഓണം എന്ന് പറയുന്നു. തിരിച്ചും ഓണാശംസകൾ രഹ്നയ്ക്കും അബ്ദുൽ ഗഫൂർ. തങ്ങൾപ്പടി ലോകാനുഗ്രഹിയുടെ തിരുപ്പിറവിക്ക് പ്രപഞ്ചം പോലും സന്തോഷിച്ചെങ്കിൽ നമ്മളെങ്ങനെ സന്തോഷിക്കാതിരിക്കും. നബിദിനത്തിന് ശതകോടി സന്തോഷം നേരുന്നു സർവർക്കുമെന്ന് അല്ലമീൻ തങ്ങൾപ്പടി പറയുന്നുണ്ട്. തിരിച്ചങ്ങോട്ടും അതോടൊപ്പം തന്നെ ശരത്ത് ചോദിക്കുന്നുണ്ട്, ഏതാണ് നോക്കി വെച്ച കമന്റ്? ഒരുപാട് കമന്റുകളുണ്ട്. അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനാർദ്ദനൻ നായർ പറയുന്നത്, മിനി ബാബു കൂടോത്രം ചെയ്തിട്ടാണോ മിനിയുടെ കമന്റ് മാത്രം വായിക്കുന്നത്? അങ്ങനെയല്ല, നമ്മൾ ഈ കമന്റ് ബോക്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചായിരിക്കുമല്ലോ വായിക്കുന്നത്, ഓണയർ നിൽക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം നമുക്ക് വായിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള കമൻറ്റുകളാണ് നമ്മൾ വായിക്കുന്നത്. ചിലപ്പോൾ ചിലരെ ഭയങ്കര മോശമായിട്ടുള്ള, നമ്മളെ മോശം പറയുന്നതൊന്നല്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാർത്തയെപ്പറ്റി തന്നെ നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ ഇട്ടിട്ടുള്ള കമൻസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കമൻസ് നമുക്ക് സൂക്ഷിച്ച് വേണമല്ലോ വായിക്കാൻ. അപ്പം അങ്ങനെ സംഭവിക്കുന്നതാണ്. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. ഇന്ന് പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവാം. ഫോൺ കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് തിരിച്ചടി ഉണ്ടായ ദിവസമാണെന്ന് കരാറിടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനുള്ള രാഷ്ട്രീയ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി. ഫോൺ കരാറിന് പിന്നിൽ ആസൂത്രിതമായ അഴിമതിയുണ്ടെന്നായിരുന്നു VD സതീശന്റെ ആരോപണം. എന്നാൽ ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷ നേതാവ് പരാജയപ്പെട്ടു. ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഹർജി തള്ളി. പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്നും CAG റിപ്പോർട്ട് വന്നതിന് ശേഷം നിയമസഭയ്ക്ക് വിശദമായ പരിശോധന നടത്താവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ ഹർജി പരിഗണിക്കവേ പ്രതിപക്ഷ നേതാവിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ നിരന്തര ആരോപണമുന്നയിക്കുന്ന
പ്രതിപക്ഷ നേതാവിനുള്ള രാഷ്ട്രീയ തിരിച്ചടി കൂടിയായി കോടതി വിധിയെ വിലയിരുത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യത്തിൽ കഴമ്പില്ലെന്ന കോടതി വിധി CPIM വരും ദിവസങ്ങളിൽ ആയുധമാക്കും. ഹൈക്കോടതിയിലെ തിരിച്ചടി പ്രതിപക്ഷ ആരോപണങ്ങളുടെ മൂർച്ച കുറയ്ക്കുമോ എന്നതും കാത്തിരുന്നു കാണണം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. അപ്പോൾ കോഴിക്കോട് എഗമൂലിൽ, അങ്ങനെയല്ലേ സ്ഥലത്തിന്റെ പേര്? എഗലൂൽ. ഓക്കെ. ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ചതായി ആരോപണം അല്പസമയം മുൻപാണ് പുറത്തു വന്നത്. അതിൽ അത്തോളി മലബാർ മെഡിക്കൽ കോളേജിനെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അത്തോളി പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പ്രസവവേദനയെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് എഗരൂൽ സ്വദേശിയായ അശ്വതിയെ മലബാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാവിലെ ഗർഭസ്ഥ ശിശു മരിച്ചതായി കുടുംബത്തെ ആശുപത്രി അധികൃതർ അറിയിച്ചു. ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഞാൻ അവളെ പ്രസവത്തിലേക്ക് കയറ്റിക്ക് അപ്പോൾ നോർമലായിട്ട് കുഞ്ഞൻ ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 3 മണി കഴിഞ്ഞ് 3:30 ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവർ 3-4 ആൾക്കാർ ഇവളെ ട്രോളിയിൽ വലിച്ചിട്ടിട്ട് ICUലേക്ക് ഓടുന്നു. നേരെ മുകളിലോട്ട് പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ എന്നോട് വന്ന് പറയാന്ന് കുഞ്ഞൻ മരിച്ച്, ഓളെ ഗർഭപാത്രം പൊട്ടി. ഗുരുതരാവസ്ഥയിലായ അശ്വതിയെ ഇന്ന് ഉച്ചയോടെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അല്പസമയത്തിനു ശേഷം അശ്വതിയും മരിച്ചു. ഗുരുതരാവസ്ഥയിലാണെന്നറിഞ്ഞിട്ടും അശ്വതിക്ക് വേണ്ട ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. അവളെ ഫങ്ഷൻസ് ഒക്കെ ഡാമേജ് ആക്കി, ഒന്നും ഡാമേജ് ആകത്തില്ല. 100% അനാസ്ഥ എന്ന് പറഞ്ഞാൽ അവർ കളിച്ച കളി. ഒന്നിക്കൽ അവരെടുത്ത് ഡോക്ടർമാരില്ലേ അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അവർ ഈ ഉച്ചയ്ക്ക് 1 മണിക്ക് വേദന കിട്ടിയോളെ എന്തിനോള് അവർ ഈ പുലച്ച 3 മണി വരെ അവിടെ നിപ്പിച്ചു. കുടുംബത്തിന്റെ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചു. സിസേറിയന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് ഓൾറെഡി യൂട്രസ് റപ്ചറാണ്. അപ്പൊ യൂട്രസ് റപ്ചർ വളരെ അപൂർവം വരുന്നതാണ്. പിന്നെ ഈ യൂട്രസ് റപ്ചർ ആയതുകൊണ്ട് കുട്ടിയതിനകത്ത് ഡെത്തായിട്ടാണ് കുട്ടിയെ നമുക്ക് കിട്ടുന്നത്. പിന്നെ യൂട്രസ് റപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലീഡ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് പുലർച്ചെ ഒരു ചെറിയൊരു ബ്യൂട്ടി ഫോൾ ഉണ്ടായിരുന്നു, പിന്നെ അത് പിക്കപ്പ് ചെയ്തു. കുടുംബം അത്തോളി പോലീസിന് നൽകിയ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 24 കോഴിക്കോട്. എന്തായാലും ആ ആരോപണത്തിൽ ഒരു അന്വേഷണം നടക്കാൻ പോകുന്നു. അത് തുടങ്ങിയിട്ടുണ്ട് പോലീസ്. ആശുപത്രി അധികൃതർ പറയുന്നു വീഴ്ച ഇല്ല എന്നാണ്. അപ്പോൾ സത്യം അത് പുറത്തു വരട്ടെ വളരെ പെട്ടെന്ന് തന്നെ. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാം. പ്രവിത, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഓണക്കാലത്ത് ഈ പറയുന്ന എല്ലാവർക്കും ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, പക്ഷെ ഇതൊന്നും കിട്ടാതെ, ശമ്പളം പോലും കിട്ടാതെ എപ്പോഴും ഈ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുണ്ട്. അറിയോ? KSRTC. അതെ, എപ്പോഴും ആ ശമ്പളവുമായി ബന്ധപ്പെട്ട് എപ്പോഴും സമരത്തിലാണ്. പക്ഷേ ഇത്തവണ ശമ്പളമൊക്കെ നേരത്തെ കിട്ടുന്നു. കഴിഞ്ഞ ദിവസം ചെറിയ പരാതിയൊക്കെ ഉണ്ടെങ്കിലും മന്ത്രി ഇടപെട്ട് അവർക്ക് പൂർണ്ണമായ ശമ്പളം അത് ഒറ്റയടിക്ക് തന്നെ അവരിലേക്ക് കിട്ടുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വേറൊരു ആശ്വാസദിനം കൂടി ഉണ്ടല്ലേ? അതെ, അവരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് അത്. ഇതാണ് KSRTC ജീവനക്കാരിൽ നിന്ന് 5 ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിടിക്കാനുള്ള തീരുമാനം പിൻവലിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ തീരുമാനം. എന്തായാലും വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് തീരുമാനം പിൻവലിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. KSRTC ജീവനക്കാർക്ക് ഒറ്റ ഗഡുവായി ശമ്പളം ലഭിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശമ്പളത്തിന്റെ വിഹിതം നൽകണമെന്ന CMDയുടെ ഉത്തരവ് പുറത്തിറങ്ങിയത്. സെപ്റ്റംബർ മുതൽ 5 ദിവസത്തെ ശമ്പളം 3 ഗഡുക്കളായി നൽകണമെന്നായിരുന്നു ഉത്തരവ്. തുക നൽകാനുള്ള സമ്മതപത്രം ജീവനക്കാരിൽ നിന്ന് സ്വീകരിക്കുമെന്നും CMDയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഉത്തരവിനെതിരെ ജീവനക്കാർക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധമുയർന്നു. പിന്നാലെയാണ് ഉത്തരവ് പിൻവലിക്കാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ CMDക്ക് നിർദ്ദേശം നൽകിയത്. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ നമ്മുടെ മാജിക് സ്ക്രീനിലേക്ക് നേരിട്ട് വരാൻ പോകുന്നു. വീഡിയോ കോൾ വഴി എത്തുന്നത് ടിജോ ആണ് അല്ലേ? ടിജോ പത്തനാപുരത്ത് നിന്ന്. ഹായ് ടിജോ, ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഹാപ്പി ഓണം. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഭാഗ്യവാനാണ്. അതെ. അവൻ മുടങ്ങാതെ നമ്മുടെ ഷോ കാണുന്നുണ്ട് എന്നതിന് തെളിവായി. ഇനി പറയണ്ട. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ, പുതിയ വിശേഷങ്ങൾ പറയൂ. ഓണമായിട്ട് എങ്ങനെയാണ് ആഘോഷിക്കാൻ പരിപാടി? ആഘോഷിക്കാൻ വലുതായിട്ട് പരിപാടികളൊന്നുമില്ല. നോർമൽ ഓഫീസിൽ ഓണം ഉണ്ടായിരുന്നു. ഇന്ന് ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇനി വീട്ടില് കുറച്ച് ഓഫീസിലെ ഓണം എങ്ങനെയാണ്? എല്ലാവരും ഒന്നിച്ച് സദ്യ, പിന്നെ ഓണപ്പാട്ട്, അത്തപ്പൂവിടൽ അതൊക്കെ ഉണ്ടായിരുന്നോ? പൂക്കളം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ പത്തനാപുരത്ത് ഓണം പരിപാടികളൊക്കെ ഉണ്ടോ? ഓണാഘോഷങ്ങൾ ക്ലബ്ബുകളൊക്കെ അവിടെ സജീവമാണോ? ട്രാഫിക് നല്ല തിരക്കാണ്. പുനലൂര്, പത്തനാപുരം ഏരിയ എല്ലാം നല്ല, റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ് വൈകുന്നേരങ്ങളിലൊക്കെ. ഈ ഓണത്തിന്റെ ഒരു തിരക്ക് വന്നു കാണും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഉടനീളം കാണുന്ന ഒരു കാഴ്ചയാണ്, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ്. പ്രത്യേകിച്ച് ഈ ഓണത്തിന് ഇനിയിപ്പോ നാളെ പറയണ്ട, ഉത്രാടപ്പാച്ചിലായതുകൊണ്ട് തന്നെ ഉത്രാടപ്പാച്ചിൽ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും വലിയ ഗതാഗത കുരുക്കുണ്ടാവും. അപ്പൊ ടീച്ചോ, വീണ്ടും വിളിച്ചതിന്, നമ്മുടെ ഷോ കാണുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചതിന് ഒരുപാട് നന്ദി. എന്തോ ടീച്ചോ പറയാൻ വന്നു, പറഞ്ഞോളൂ. നിങ്ങളുടെ ഓണാഘോഷം ഒക്കെ എങ്ങനെയാന്ന് ചോദിച്ചതായിരുന്നു. നമ്മുടെ ഓണം ഓഫീസ് ഓണം, അതെല്ലാ വർഷവും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഓണത്തിന്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. SKN സാർ ഉണ്ടാവും, അങ്ങനെ നമ്മുടെ സീനിയേഴ്സ് എല്ലാവരും ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ ഓണാഘോഷം. അതെ, കഴിഞ്ഞ ഓണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരുപാട് ചില സർപ്രൈസുകളൊക്കെ നമ്മളും കരുതി വെച്ചിട്ടുണ്ട്. അതെ, പ്രേക്ഷകർക്ക് സർപ്രൈസുകളൊക്കെ ഉണ്ട്. അപ്പൊ വിളിച്ചത് നന്ദി ടിജോ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ടിജോ. ടിജോ വീണ്ടും വിളിച്ചപ്പോൾ വീണ്ടും കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഓണത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. നാളെ ഉത്രാടമാണ്. ഉത്രാടപ്പാച്ചിലിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ഓണത്തിന്റെ ആ ഏറ്റവും നല്ല രസമുള്ള അതിന്റെ തിരക്കിലേക്കും ആവേശത്തിലേക്കും നമ്മൾ നാടിങ്ങനെ എത്തുകയാണ്. അപ്പോഴും മനസ്സിലുണ്ട് എന്താണ് ഒരുപാട് കാര്യങ്ങൾ, ഒരു വിഭാഗം ആൾക്കാർ. അതെ. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഓണാഘോഷം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് വന്ന്, പ്രത്യേകിച്ച് മുണ്ടക്കയിൽ നിന്ന് വന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. മുണ്ടക്കയിലെയും വെള്ളാർമലയിലെയും സ്കൂളിലെ കുട്ടികൾക്ക് ഇത്തവണ അതിജീവനത്തിന്റെ ഓണാഘോഷമാണ്, അല്ലെങ്കിൽ ഓണമാണെന്ന് പറയാം. മേപ്പാടി സ്കൂളിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠനം നടത്തുന്നത്. ചാലിയാറിലെ രക്ഷാപ്രവർത്തനത്തിന്റെ മുഖമായിരുന്ന ഫ്രണ്ട്സ് ക്ലബ്ബാണ് വിദ്യാർത്ഥികൾക്ക് ഓണസദ്യ ഒരുക്കിയത്. മേപ്പാടി സ്കൂളിലെ കുട്ടികൾ മാവേലി കെട്ടി, പുലിക്കളിയാടി. വെള്ളാർമലയിലെയും മുണ്ടക്കയിലെയും കുട്ടികൾക്ക് അതിജീവനത്തിന്റെ ആഹ്ലാദം. വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയത് പോത്തുകൽ ഫ്രണ്ട്സ് ക്ലബിന്റെ പ്രവർത്തകർ. ചോറ് ഇഷ്ടമായി, പിന്നെ പുലിക്കളിയൊക്കെ കണ്ടു, പിന്നെ കൂട്ടുകാരെ കണ്ട് നല്ല രസമായിരുന്നു. എനിക്ക് പുലികളിയും അങ്ങനെ സദ്യ ഒക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പായസം ഇഷ്ടമായി. ഇന്ന് മാവേലിനെ കണ്ടത്തം കണ്ടങ്ങനെ എല്ലാരും കണ്ടു. ചാലിയാറിൽ വന്നടിഞ്ഞ മനുഷ്യരെ തെരഞ്ഞവരിൽ ക്ലബിന്റെ പ്രവർത്തകരും ഉൾപ്പെടും. ഇവർ കണ്ടെടുത്തത് 100-ലേറെ മൃതദേഹങ്ങൾ. ഈ ബോഡികളെല്ലാം നമ്മുടെ പോത്തുകല്ല് പ്രദേശത്തായിരുന്നു വന്ന് അടിഞ്ഞു നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് സന്നദ്ധ സംഘടനകളും ഒരുപാട് പേര് പോത്തുകല്ല് പ്രദേശങ്ങളിൽ വന്നു. 5 ദിവസത്തെ ഫുഡും ഞങ്ങളുടെ ഫ്രണ്ട്സ് ക്ലബിന്റെ വകയായിരുന്നു അവിടെ വെച്ചു കൊടുത്തിരുന്നത്. 30-ാം തീയതി തന്നെ നമുക്കൊരു 54-55 ബോഡി നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ടൊരു 6-7 ദിവസത്തോളം നമ്മളുടെ ഭാഗത്ത് ഒരുപാട് സന്നദ്ധ സംഘടനകളും അങ്ങനെ പുഴ നീന്തി കിടന്നിട്ടൊക്കെ എഫേർട്ടായിട്ട് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിലുണ്ട്. വെള്ളാർമല, മുണ്ടക്കൈ, മേപ്പാടി സ്കൂളുകളിലെ 3500-ഓളം പേർക്കാണ് ഇവർ സദ്യ വിളമ്പിയത്. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്റെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണാവില്ലിലൂലാലാടും വണ്ണാട്ടിക്കിളിയെ, നിന്നെ തഴുകാനായി കൊടിയൂറും മരിക്കാലം. ഈ നാട് സങ്കടങ്ങളെ അതിജീവിക്കുകയാണ്. അതിനാൽ തന്നെ ഈ ഓണത്തിന് പാരസ്പര്യത്തിന്റെ കരുത്ത് അല്പം കൂടി തീവ്രമാണ്. 24 വയനാട്. എന്ത് രസമാണല്ലേ കൊച്ചുമക്കളുടെ ആഘോഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലൊക്കെ വലിയ ആഘാതമുണ്ടാക്കിയ ഒരു അപകടം, ദുരന്തം, അതൊക്കെ അങ്ങനെ മറന്നു പോട്ടെ. ഈ ആഘോഷങ്ങളൊക്കെ അതിനൊരു കാരണമാവട്ടെ. ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾ ആ രീതിയിൽ അതിജീവനത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുന്നു. ആ ഓണം ആഘോഷവും എല്ലാം അതിൻ്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല അല്ലേ? ആണോ, ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് കലാലയങ്ങളിലാണ്. അതിൽ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ സ്കൂളുകളും വലിയ രീതിയിൽ ഓണം ആഘോഷിക്കുകയുണ്ടായി. കേരള തനിമയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ സ്കൂൾ വിദ്യാർത്ഥികൾ ആഘോഷങ്ങൾ കളറാക്കി. വിഭവ സമൃദ്ധമായ സദ്യ അതുണ്ടായിരുന്നു. അത് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഓണം പടിവാതിക്കൽ എത്തി നിൽക്കെ ഓണാഘോഷം പൊടി പൊടിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ ഈ സ്കൂളിലെ ഓണാഘോഷ വൈബിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം.
ഓണ ഡ്രസ്സിൽ ദേ കുറെ സുന്ദരികൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്, ഊഞ്ഞാലുണ്ട്. അപ്പോൾ അവരുടെ ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. പാട്ട് പാടാൻ റെഡി അല്ലേ? അപ്പോൾ പാട്ട് പാടിക്കോ. ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റും കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കുടിയൂറും മാരിക്കാറും. ട്യൂഷനിൽ സദ്യ കഴിക്കാതെ മലയാളിക്ക് എന്ത് ഓണാഘോഷം? ഈ കാണുന്ന ചേട്ടന്മാർക്കൊപ്പം ഇവിടുത്തെ അധ്യാപകരും മാതാപിതാക്കളും ഉൾപ്പെടെയാണ് ഈ സദ്യ തയ്യാറാക്കിയത്. എന്റെ മോനെ, ഒരു രക്ഷയില്ല. സ്കൂളിലെ ഓണാഘോഷം എന്ന് പറയുന്നത് പുലിക്കളിയും ഡാൻസുമായി ആകെ ഈ കാണുന്ന വൈബായിരുന്നു. അപ്പൊ നമുക്കൊരു ആർപ്പോ വിളിച്ചാലോ? ആർപ്പോ! അപ്പോ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. അപ്പൊ ഇന്ന് നിർത്തിയാലോ നോക്ക്. അപ്പൊ ഇന്നത്തെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 11 മണി കഴിഞ്ഞ് 31 മിനിറ്റായി. 100 വാർത്തകളുമായി ഗൂഗിൾ റെഡിയായി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറയുന്നൊക്കെ ഉണ്ട് അല്ലേ? അപ്പം പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഉത്രാടപ്പാച്ചിലാണ്, ഉത്രാട ദിനമാണ്. ഒരുപാട് വിശേഷങ്ങൾ നാളെ പറയാനുണ്ട്. അപ്പോൾ ബാക്കി വെക്കുന്നു. തൽക്കാലം ബൈ. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.